We are already discussed about the rate of a chemical reaction. Rate of chemical reaction is expressed in both ways, in terms of reactant and in terms of product. In terms of reactant, rate of chemical reaction is equal to change in concentration of reactant divided by time taken for that change. അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ് സൈഡിൽ നിന്നുകൊണ്ടാവുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ പർട്ടിക്കുലർ ടൈം കൊണ്ട് എത്രമാത്രം ഡിക്രീസ് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു എന്ന് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു റിയാക്ഷൻ്റെ സ്പീഡായിട്ട് കണക്കാക്കാൻ പറ്റും. ദെൻ പ്രോഡക്റ്റ് സൈഡിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റും? ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നു എന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്താ അനലൈസ് ചെയ്യാം? സ്പീഡ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ. ദെൻ കൺസിഡർ എ ജനറൽ റിയാക്ഷൻ, റിയാക്റ്റൻ ഗീവ്സ് പ്രോഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റിയാക്റ്റൻറ്റിൻ്റെ ടേമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ റേറ്റ് എഴുതുന്നത്, മൈനസ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇവിടെ നോക്കുക, മൈനസ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് മൈനസ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡെൽറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ചേഞ്ചാണ്. സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോൺസെൻട്രേഷനാണ്. അപ്പോൾ എങ്ങനെ ഇത് വായിക്കുക? റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്നാണ് ഇത് നമ്മൾ വായിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ റിയാക്റ്റൻ്റ് സൈഡിൽ നിന്നുകൊണ്ടാണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ, സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്തത്. ഇനി അതേപോലെ ഈ റിയാക്ഷന് തന്നെ പ്രോഡക്റ്റ് സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതിങ്ങനെ റേറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇവിടെ നെഗറ്റീവ് സൈൻ ഇല്ല, കാരണം പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുക ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പിന്നെ മൈനസ് സൈൻ റെപ്രസെൻ്റ് ചെയ്യില്ല, പകരം പ്ലസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇനി നോക്കുക, ഈ റിയാക്ഷനിൽ തന്നെ ഒരു ഇങ്ങനെയുള്ള എക്സ്പ്രഷന്, റേറ്റ് എക്സ്പ്രഷനെ പറയുന്ന പേരാണ് നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഓർ പ്രോഡക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ. ഇങ്ങനെയുള്ള എക്സ്പ്രഷനെ നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നാണ് പറയുക. ഈ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മളൊരു ജനറൽ ഹൈപ്പോത്തറ്റിക്കൽ, അതായത് ഒരു സാങ്കല്പികമായിട്ടൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ്. എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി എന്നുള്ള ഈ ഇക്വേഷനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യാണ്. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് റിയാക്റ്റൻ സൈഡിൽ നിന്നുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഈ എൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാം, ബീൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാം, സീൻ്റെ ടേമിലും ഡീൻ്റെ ടേമിലും നമുക്ക് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യാം. ഏത് ടേമിൽ എക്സ്പ്രസ് ചെയ്താലും ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷനാണ് കിട്ടുക. അത് നമുക്ക് എല്ലാം ഈക്വലായിട്ട് എഴുതാൻ പറ്റും. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1/a നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇങ്ങനെ എഴുതുക, 1/a ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെ നമുക്ക് ഒരു രീതിയിൽ സ്പീഡ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നെക്സ്റ്റ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ബീൻ്റെ ടേമിൽ എഴുതുമ്പോൾ മൈനസ് ഓഫ് 1/b ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നിന്നുകൊണ്ടാകുമ്പോൾ ഇങ്ങനെ എഴുതുക, റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ വേണ്ട, കാരണം എന്താണ്? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെ എഴുതാം 1/c ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. നെക്സ്റ്റ് നമുക്ക് റേറ്റ് വേറൊരു രീതിയിലും കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. റേറ്റ് ഈസ് ഈക്വൽ ടു
1/d into change in concentration of d divided by ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും റേറ്റ് ഓഫ് ദ റിയാക്ഷനെ. അതിനെ ഇങ്ങനെയുള്ള എക്സ്പ്രഷനെ നമ്മൾ പറയുന്ന പേരാണ് ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. നെക്സ്റ്റ്, കൺസിഡർ ആൻ ഇക്വേഷൻ PCl5. Consider a reaction PCl5 gives PCl3 പ്ലസ് Cl2 എന്നുള്ള ഈക്വേഷനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ റേറ്റ് എങ്ങനെ നമുക്ക് എഴുതാം? 3 ടേംസിൽ എഴുതാൻ പറ്റും. PCl5ൻ്റെ ടേമിൽ, PCl3ൻ്റെ ടേമിൽ, Cl2ൻ്റെ ടേമിൽ നമുക്ക് എഴുതാൻ പറ്റും. ദെൻ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് PCl5 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാലോ. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ, റേറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് PCl3, നെഗറ്റീവ് സൈൻ ഇല്ല, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് ഏത് ടേമിലും കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതേപോലെ വേറെ ഇക്വേഷനാണ് N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3 എന്നുള്ള ഒരു ഇക്വേഷൻ. ഇതിൻ്റെ റേറ്റ് നമുക്കെങ്ങനെ എഴുതാൻ പറ്റും? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ R ഈസ് ഈക്വൽ ടു 3 ടേമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതാൻ പറ്റും. ഫസ്റ്റ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് N2 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെയാണ് ഒരു ടേമിൽ നമുക്ക് എഴുതാൻ പറ്റുക. ഇനി നെക്സ്റ്റ് ഇതന്നെ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. റേറ്റ് ഈസ് ഈക്വൽ ടു ഒരു 3N2 പ്ലസ് 3H2 എന്നാണ് പറഞ്ഞത്. ഇവിടെ 3 ഉണ്ട്, അതുകൊണ്ട് അതിനെ ഇങ്ങനെ എഴുതണം 1/3. N2 റിയാക്റ്റൻസ് സൈഡാണ്, അതുകൊണ്ട് മൈനസ് സൈൻ ചേർക്കണം. ഡെൽറ്റ ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. N2 പ്ലസ് 3H2 എന്നുള്ള ഈ H2ൻ്റെ ടേം നമുക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദെൻ these type of expressions are totally known as average